അതായത് കാട്ടാക്കട അമ്പലത്തിൻകാലയിൽ CPM പ്രവർത്തകനായ അശോകൻ വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി ഉണ്ടായിരുന്നു. 8 പ്രതികൾക്കും ജീവപര്യന്തം, അതായത് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം, 7, 10, 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവും. ഇതിനു പുറമെ 50,000 രൂപ പിഴ ചുമത്തിയിട്ടുണ്ട്. RSSകാരായിട്ടുള്ള പ്രതികളാണ്, ഇവർക്കാണ് കോടതി ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ശിക്ഷ. 2013 മെയ് 5-നാണ് അമ്പലത്തിൻകാല അശോകനെ RSS പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. കേസിൽ പ്രതികളായ 8 RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. 1-ാം പ്രതി തലക്കോണം സ്വദേശി ശംഭുകുമാർ, 2-ാം പ്രതി ശ്രീജിത്ത്, 3-ാം പ്രതി ഹരികുമാർ, 4-ാം പ്രതി ചന്ദ്രമോഹൻ, 5-ാം പ്രതി സന്തോഷ് എന്നിവർക്കെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചനയും തെളിഞ്ഞു. 5 പേർക്കെതിരെയും ഇരട്ട ജീവപര്യന്തവും 50,000 രൂപ പിഴയും ചുമത്തി. 7-ാം പ്രതി അഭിഷേക്, 10-ാം പ്രതി പ്രശാന്ത്, 12-ാം പ്രതി സജീവ് എന്നിവർക്കെതിരെ ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയത്. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് പുറമെ 50,000 രൂപ പിഴയും ഒടുക്കണം. പിഴ ഒടുക്കിയില്ലെങ്കിൽ 2 മാസം അധിക തടവ് അനുഭവിക്കണം. വിധിയിൽ സന്തോഷമെന്ന് അശോകന്റെ സഹോദരി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബത്തിനും ഞങ്ങളെ സഹോദരങ്ങൾക്കും എൻ്റെ അശോകൻ്റെ 2 പെമ്മക്കൾക്കും ഭാര്യയ്ക്കും ഞങ്ങളുടെ നാട്ടുകാർക്കും ഞാൻ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നു. ആ പാർട്ടിയിലെ എൻ്റെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും പാർട്ടിക്കാർക്കും എല്ലാവർക്കും അതൊരു സന്തോഷമായി മാറിയിരിക്കുകയാണ്. അതിക്രൂരമായിയാണ് വെട്ടിക്കൊന്നത്. 39 വെട്ടി എൻ്റെ അശോകനെ ആ റോഡിലിട്ട് 100 ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കെ ആണ് കൊന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഡ്വക്കേറ്റ് A ഹക്കീമാണ് ഹാജരായത്. ശംഭു അമിത പലിശയ്ക്ക് പണം വായ്പയായി നൽകിയിരുന്നത് അശോകൻ ചോദ്യം ചെയ്തിരുന്നു. ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. CPIM പ്രവർത്തകനായ അശോകനെ 2013 മെയ് മാസത്തിലാണ് കാട്ടാക്കട ആലക്കോട് ജംഗ്ഷനിൽ വെച്ച് അക്രമി സംഘം വടിവാളും വെട്ടുകത്തിയും അടക്കമുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.